ഹലോ ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. ഞങ്ങൾ ദൈവകൃപയാൽ സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഇട്ട ഡൈയുടെ വീഡിയോ, അപ്പോൾ അത് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്, കുഴപ്പമില്ല. എല്ലാവർക്കും ഡൈയോടാന്ന് തോന്നുന്നു താല്പര്യം. എനിവേ അത് കുഴപ്പമില്ലാത്ത റീച്ചിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരും കാണാത്തവർ ആ വീഡിയോ എല്ലാം കാണണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സൂപ്പറാണ്. പിന്നെ ഇത് ഞാനും ആരണും കൂടെ ഒന്ന് പുറത്തോട്ട് പോയായിരുന്നു കണ്ണിൻ്റെ ഡോക്ടറെ കാണാനും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്കേർട്ട് എടുത്തുള്ളൂ, പൈജാമ എടുത്തില്ലെന്ന്. അപ്പോൾ അതൊന്ന് വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ എൻ്റെ ആ ലൈസൻസിൻ്റെ ഒരു, അതായത് ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഒരു ലേബൽ ഒട്ടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകണമായിരുന്നേ. അപ്പം ഞാനും ആരണം പോയപ്പോൾ ഞാൻ ഓർത്തു ആരണ് അവധിയായിട്ടൊന്നും പുറത്തൊന്നും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പോൾ സ്കൂൾ തുറക്കാൻ പോവല്ലേ. അപ്പോൾ ആരണോട് ചോദിച്ചപ്പം ഊണ് മതി എന്ന് പറഞ്ഞു. ബിരിയാണി പുള്ളി പിന്നെ എപ്പോഴും പറയുന്ന, പക്ഷെങ്കിൽ എന്തോ പറഞ്ഞു ഊണ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കോടിമതയില മോനെ, നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടില്ലേ ഒരു ഷോർട്സ്, കോടിമതയിലൊരു ഓലപ്പരയ്ക്കകത്ത്, ഓലപ്പരയെന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയാലോ, സീ ഫുഡ് കിട്ടുന്നതല്ലേ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, താറാവ് കറി ഇഷ്ടമാണ്, പിന്നെ ഞണ്ട് ഇഷ്ടമാണ്. അപ്പം ഞണ്ട് പക്ഷേ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ മീറ്റിൻ്റെ ഐറ്റം ഒന്നും അവിടെ ഇല്ലായിരുന്നു, സീ ഫുഡിൻ്റെ അല്ലേ. അപ്പം പിന്നെ മീനുകളായിരുന്നു കൂടുതലും. അപ്പം ഇത് കണ്ടോ, ഈ ക്രീം കളറിലിരിക്കുന്നത് ഒരു കാളാഞ്ചി എന്തോ അങ്ങനെ മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാണ്. അതുപോലെ തന്നെ ചെമ്മീൻ കടിച്ച് കഴിക്കുന്നത് കണ്ടോ, ചെമ്മീൻ കറിയാണ്, ചെമ്മീൻ കറി, നല്ല മുളക് അരച്ച കറിയാണ്. പക്ഷേ അതിനകത്ത് എനിക്ക് തോന്നുന്നില്ല കുടംപുളിയൊന്നും ഇട്ടിട്ടുണ്ടെന്ന്, പുളിരസം വന്നില്ല. പക്ഷെ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമാണ്, വടിച്ച് കഴിക്കുക. ആദ്യമായിട്ടാണ് ചെമ്മീൻ കറിയൊക്കെ വാങ്ങിച്ചിട്ട് ഇതുപോലെ ടേസ്റ്റായിട്ട് കഴിക്കുന്നത്. എന്നാ വാങ്ങിച്ചാലും ലാസ്റ്റ് പാഴ്സൽ ചെയ്തോളാം ഞങ്ങൾ പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഞാനും ആരണും ഹസ്ബൻഡും ആഷറും കഴിക്കാൻ പോയ, ആഷറും പിന്നെ ഹസ്ബൻഡും നല്ലതായിട്ട് കഴിച്ചോളുവേ. പിന്നെ ഞാനും ആരണും മാത്രം ഇങ്ങനെ കണക്കാണ്, ഞങ്ങൾക്ക് താല്പര്യമുള്ള മാത്രം ഒന്ന് രണ്ട് എന്തെങ്കിലും ഐറ്റം കഴിക്കത്തുള്ളൂ. പക്ഷേ ഇത് ഊണ് 120 രൂപയാണ്. പക്ഷേ ആ ഊണിന് മത്തിക്കറിയുണ്ട്, കൊഴുവാപ്പീരയുണ്ട്, പിന്നെ തോരനുണ്ട്, മെഴുക്കുവരട്ടിയുണ്ട്, അച്ചാറുണ്ട്, പച്ചടിയുണ്ട്, പുളിശ്ശേരിയുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, പിന്നെ എന്തായിരുന്നു പായസം. ഇത്രയും സംഗതി കൂട്ടി പിന്നെ നല്ല ഊണ് 120 വെർത്താട്ടോ. ഈ പിന്നെ മത്തിയുടെ വിലയ്ക്ക് മത്തിക്കറിയൊക്കെ തരികയെന്ന് വെച്ചാൽ, അതുപോലെ കൊഴുവാപ്പീരയും അങ്ങനെ എല്ലാം ചേർത്ത് നന്നായിട്ട് പിന്നെ നല്ല 120 രൂപയ്ക്ക് ലാഭം, നല്ല സൂപ്പറായിട്ട് കഴിച്ചു. പിന്നെ കപ്പ നല്ലതായിട്ടൊരു വലിയൊരു ട്രേക്കകത്ത് നിറച്ച് 50 രൂപയേ ഉള്ളൂ. സൂപ്പറായിരുന്നു. സാധാരണ കളിപ്പീരല്ലേ കപ്പയൊക്കെ, പക്ഷേ ഇത് നല്ല സൂപ്പർ കപ്പ വേവിച്ചത് 50 രൂപയേ ഉള്ളൂ. പിന്നെ അതുപോലെ ആ തേങ്ങ അരച്ച ആ കാളാഞ്ചിക്കറി മാങ്ങായിട്ട് അത് സൂപ്പറായിരുന്നു. ചെമ്മീൻ റോസ്റ്റ് സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ മുട്ടയില്ല, മീനിൻ്റെ വറ്റയുടെയൊക്കെ വലിയ മീനിൻ്റെ മുട്ട അതിങ്ങനെ തോരൻ വെച്ച് തരുന്നേ, അത് വാങ്ങിച്ചു. ആരണത് കഴിക്കത്തില്ല, ഞാൻ പിന്നെ അത് ഫുള്ളും കഴിക്കേണ്ടി വന്നു. അത് ആ പ്ലേറ്റാണ് ഫുള്ള് ഞാനാണ് കഴിച്ചത്. അത് ആരൻ കഴിക്കത്തില്ല. ആരൻ എന്നോട് ഓർഡർ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് അവൻ കഴിക്കുമെന്ന്, പക്ഷേ ഫുള്ള് ഞാൻ കഴിച്ചു. സൂപ്പർ, എല്ലാവരും പോകണം കേട്ടോ, കഴിക്കണം.